നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ടൂറിസത്തിന് വളരെ വളരെ വിശാലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ട് നമ്മുടെ നാട്ടിൽ. കാരണം പ്രകൃതി തന്നെ പിന്നെ ടൂറിസത്തിനുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഒരുക്കി തന്നു. പക്ഷെങ്കിൽ അത് പല ഗവൺമെൻറ്റുകൾ ഇങ്ങനെ മാറി മാറി വന്നിട്ടും അത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ ഇതുവരെ ഒരു ഗവൺമെൻറ്റിനെ കൊണ്ട് സാധിച്ചില്ല എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും. ഈ ടൂറിസം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്നത് ദുബായിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബീച്ചായ ബംസാർ ബീച്ചിലാണ്. നമ്മൾ കാണാൻ പറ്റുന്ന എല്ലാ സൗകര്യങ്ങളും കാര്യമൊക്കെ അപ്പോൾ ഒന്നുമില്ലെങ്കിലും നമ്മുടെ ഇതിൻ്റെ എത്രയോ ഇരട്ടി ആളുകൾ വരുന്ന ചരിത്രപ്രസിദ്ധമായിട്ടുള്ള അതല്ലെങ്കിൽ വളരെ അറിയപ്പെട്ട ബീച്ചാണ് കോഴിക്കോട് ബീച്ച്. ആ കോഴിക്കോട് ബീച്ചിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ബാത്റൂം ഇല്ല എന്ന് എനിക്കറിയില്ല. ഞാൻ പോകുന്ന കാലത്തില്ലായിരുന്നു. അതായത് ഒന്ന് കടലിലിറങ്ങി കുളിച്ച് കഴിഞ്ഞാൽ ഒന്ന് ഫ്രഷ് ആകാനുള്ള ഒരു ബാത്റൂം, ഒരു ടോയ്ലറ്റ്, ഈ സൗകര്യങ്ങൾ ഒരു ഏറ്റവും ബേസിക് നീഡ്സാണ്, ഏറ്റവും അടിസ്ഥാന സൗകര്യമാണ്. ആ ഒരു സംഭവം പോലും വെക്കാതെ, ആ സംഭവം ഇല്ലാതെ നമ്മുടെ പിന്നെ ബീച്ച് നവീകരണം, സൗന്ദര്യവൽക്കരണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പിന്നെ ഇന്റർലോക്ക് ഇടുകയും മറ്റേ ചെയ്തുകൊണ്ട് ബീച്ചിൽ ബാത്റൂം ഉണ്ട്. പക്ഷെങ്കിൽ അത് കേറാൻ പറ്റില്ല എന്നേ ഉള്ളൂ. ബാത്റൂം ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ നാട്ടില് എന്താണ് ഇതിന്റെ മെയിൻ പ്രശ്നം? ഞാൻ കണ്ട പ്രശ്നം എന്താണെന്ന് പറയുക, ഇപ്പോൾ ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് കെട്ടി ആഘോഷിച്ച് ഒരു വലിയ ബഡ്ജറ്റിന്റെ ഒരു പദ്ധതി ഇങ്ങോട്ട് അവതരിപ്പിക്കുകയാണ്. ഈ പദ്ധതി അവതരിപ്പിച്ച് അത് പദ്ധതി ഏത് കമ്പനിക്കാണോ കോൺട്രാക്ട് കൊടുക്കുന്ന ആ കമ്പനി ആ ഒരു സമയത്ത് വളരെ ഭംഗിയായിട്ട് അത് നിർമ്മിക്കും. അത് കൃത്യമായിട്ട് കൊട്ടി ആഘോഷിച്ചുകൊണ്ട് ഉദ്ഘാടനവും നടത്തും. പക്ഷെങ്കിൽ ഇതിന് ഒരു മെയിൻ്റെനൻസ് ഇല്ല. അതാണ് ഇതിന്റെ മെയിൻ പ്രശ്നം. കാരണം ഞാനിപ്പോ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇനി ആ ഒരു വികസനം ആ രൂപത്തിലേക്ക് മാറേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ ഒരു ടൂറിസം പ്ലേസ് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 10 വർഷത്തേക്ക് അതല്ലെങ്കിൽ ഒരു 15 വർഷത്തേക്ക് ആ ഉണ്ടാക്കിയ കമ്പനി ഒരു സബ് കമ്പനിക്ക് അതിന്റെ മെയിൻ്റെനൻസ് വർക്ക് കാര്യങ്ങൾ നടത്താനുള്ള ഒരു സാഹചര്യം ആ കരാർ തുകയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തേണ്ടതുണ്ട്. അതിപ്പോ NH നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ 10 വർഷം 15 വർഷം അത് പരിപാലനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയും. അങ്ങനെ ഈ ടൂറിസം മേഖലയിൽ വികസനം നടത്തുന്ന സമയത്തും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ കൃത്യമായിട്ടുള്ള ഒരു മെയിൻ്റനൻസ് ടീം ആ കോൺട്രാക്റ്റിൽ ഉൾപ്പെടുത്തി അത് 15 വർഷമാണെങ്കിൽ 15 വർഷം അത് നല്ലോണം ക്ലിയർ ആയിട്ട് കൊണ്ടുപോയാൽ തന്നെ നമ്മുടെ നാട് നന്നാവും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഈ സുനാമിയിലെ സുനാമി തീരദേശ പരിപാലന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് കോഴിക്കോടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് കാപ്പാട്. ആ കാപ്പാട് ഒരു പ്രത്യേക ഏരിയ തിരിച്ചിട്ട് ഗവൺമെന്റ് ഫീസൊക്കെ ഏർപ്പെടുത്തി, ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഫീസൊക്കെ ഏർപ്പെടുത്തിയിട്ട് വളരെ ഒരു വിദേശ രൂപത്തിലേക്കുള്ള ചെറിയ രൂപത്തിലേക്കും വളരെ മനോഹരമായിട്ടുള്ളൊരു ബീച്ചായിരുന്നു ഉണ്ടാക്കിയത്. അവിടെ നമുക്ക് ബീച്ചിൽ പോയിട്ട് കുളിച്ച് വന്നാൽ തിരിച്ചു കുളിക്കാനുള്ള സൗകര്യവും ബാത്റൂമും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ബീച്ചായിരുന്നു. പക്ഷേ ആദ്യം ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് തുടക്കത്തിൽ ഞാൻ പോയപ്പോൾ വളരെ മനോഹരമായിരുന്നു. പിന്നെ പോയപ്പോൾ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ പിന്നെ ആദ്യമുള്ള മുളകൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ചെയറ്, പുൽക്കൂടുകൾ ഇതൊക്കെ ഉണ്ട്. ഈ ടെന്റ് പോലുള്ള നമുക്ക് ഈ ബീച്ചിൽ നിന്ന് ഒന്ന് തണുത്തിരിക്കാൻ പറ്റിയ ഒരു ടെന്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഓരോ ഘട്ടമായിട്ട് ആദ്യം പോയപ്പോൾ പിന്നെ മുളന്റെ 3-4 ചെയർ അവിടെ. പിന്നീട് ഞാൻ പോയപ്പോൾ പിന്നീട് കണ്ടൊരവസ്ഥ, ഇത് ഓരോരോ പ്രാവശ്യം പോകുന്നത്, ഏകദേശം ഒരു 6 മാസം ഒരു കൊല്ലം ഇടവിട്ട് പോകുന്നത്. പിന്നീട് കണ്ടപ്പോൾ മുളന്റെ സാധനങ്ങളെല്ലാം കൂട്ടിയിട്ട് ഒരു മൂലക്കൽ ഇങ്ങനെ അട്ടിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അതന്നെ. പിന്നെ ബാത്റൂമിൽ പൈപ്പ് പൊട്ടിക്കുകയാണെങ്കിൽ ആ പൈപ്പ് പൊട്ടിയെടുത്ത് തന്നെ അത് നന്നാക്കി. അത് നീ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ, അത് 30 രൂപ തോന്നുന്നു ഫീസ്. 30 രൂപ ഫീസ് വാങ്ങിയിട്ടുള്ള ഒരു സ്ഥലത്തെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ ഫീസൊന്നും തീരെ വാങ്ങാത്ത കോഴിക്കോട് പിന്നെ ബീച്ച് പോലുള്ള സ്ഥലങ്ങളിൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതൊന്നും പിന്നെ ഏതെങ്കിലും ഒരു സർക്കാരിനെ പരാജയമായിട്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർക്കാരിനെ കുറ്റപ്പെടുത്തുക എന്നുള്ള രൂപത്തിലല്ല, കാലങ്ങളായിട്ട് നമ്മുടെ കേരളം അനുഭവിക്കുന്ന ഒരു വിഷയങ്ങൾ. അപ്പൊ റിയാസ് മിനിസ്റ്ററാക്കി ഒരുപാട് നമ്മൾ കാണാറുണ്ട്, കുറച്ച് ഫോട്ടോസും റീൽസും ഒക്കെ കാണാറുണ്ട്. ഒരുപാട് പുതിയ നവീന പദ്ധതികളൊക്കെ വരുന്നുണ്ട്. പക്ഷെ അപ്പോഴും കേരളത്തിന്റെ സാധ്യത അതൊന്നുമല്ല, അതിനൊക്കെ അപ്പുറമാണ്. കേരളത്തിന് പ്രകൃതി തന്നെ കനിഞ്ഞു നൽകിയ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിനെ ഒന്ന് വികസിപ്പിച്ച് നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായിട്ടൊരു അടിസ്ഥാന സൗകര്യങ്ങള്
കൃത്യമായിട്ട് നടപ്പിലാക്കുകയും അത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുകയും ചെയ്താൽ അതിന് ചിലപ്പോൾ ഒരു 5 റുപ്യ ഫീസ് വാങ്ങിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു 10 റുപ്യ ഫീസ് വാങ്ങിക്കോട്ടെ അതിന്റെ പരിപാലനവുമായിട്ട് ബന്ധപ്പെട്ട ചെലവിന്. എന്നാൽ അത് ക്ലിയർ ആയിട്ട് വൃത്തിയിൽ കൊണ്ടുപോയാൽ തന്നെ നമുക്ക് നല്ല ഒരു ഇപ്പോ ഉദാഹരണത്തിന് നമ്മളിപ്പോ ഏതെങ്കിലും ടൂറിസ്റ്റ് സ്ഥലത്ത് പോയ ഒരു മാനസിക ഉല്ലാസത്തിനാണല്ലോ പോകുന്നത്. അപ്പോൾ ഒരാളുടെ അടിസ്ഥാന ആവശ്യങ്ങളാണല്ലോ ബാത്റൂമും മറ്റുള്ള സംഗതികളൊക്കെ. അത് ആ ഒരു മാനസിക ഉല്ലാസം കിട്ടുമ്പോ പിന്നെ ബാത്റൂം പോയിട്ട് ഇങ്ങോട്ട് പോകുമ്പോ എന്നാ പിന്നെ വീട്ടിൽ പോകാൻ എന്നുള്ള ഒരു ചിന്താഗതിയാണ്. ഫാമിലി ആയിട്ട് പോകുമ്പോ നമുക്കൊക്കെ അത് ഫീൽ ചെയ്യുന്ന സംഗതികളാണ്. അറ്റ്ലീസ്റ്റ് ഇപ്പൊ ആലോചിച്ച് നോക്കുക, ഇപ്പൊ ഒരു ബസ് സ്റ്റാൻഡില് ഒരു യാത്രക്കാരന് ഒരു പെട്ടുപോയിക്കുകയാണെങ്കിൽ അതിന് ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ നല്ല ഒരു ടോയ്ലറ്റ് പൈസ കൊടുക്കുകയാണെങ്കിൽ കൂടിയിട്ടും ഒരു സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. നടപ്പിലാക്കുന്നുണ്ട്. പിന്നെ ഇപ്പോ ബയോ ടോയ്ലറ്റുകൾ വെക്കുന്നുണ്ട്, കാർഡ് ഇട്ടിട്ട് പിന്നെ ഓട്ടോമാറ്റിക് ടോയ്ലറ്റുകൾ ഫിറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒരു 6 മാസം ഉദ്ഘാടനം കഴിഞ്ഞ ഒരു 3 മാസം അല്ലെ ഒരു 6 മാസം അത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മെയിൻ്റെനൻസ് ഇല്ല. ഇപ്പൊ കോഴിക്കോടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ പറയുമ്പോൾ ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. കോഴിക്കോട് കോഴിക്കോട് നഗരത്തിന്റെ ഒഫീഷ്യൽ ബസ് സ്റ്റാൻഡിന്റെ സെന്ററായിട്ട് എക്സ്കലേറ്ററും അതുപോലെ തന്നെ നടപ്പാതയും ഫിറ്റ് ചെയ്തിരുന്നു. ൂളാരെങ്കിലായിരുന്നു ആ വർക്ക് ചെയ്തിരുന്നത്. റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്കലേറ്ററിൽ നമുക്ക് മേലോട്ട് പോയിട്ട് AC ഉള്ള നല്ല പാത, നല്ല അടിപൊളി പാത, അത് കോഴിക്കോടിന്റെ ഒരു ഹൈലൈറ്റ് ആയി മാറി. പക്ഷേ ഇപ്പൊ അടുത്ത് അത് ഏകദേശം ഒരു 6 മാസത്തോളം പൊടി പിടിച്ചിട്ട് അത് വർക്കിംഗ് അല്ല, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ആരുമില്ല. ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ ഇത് പിന്നെ ഇപ്പൊ നമ്മുടെ ഇവിടെയൊക്കെയുള്ള ഇപ്പൊ മെട്രോ സ്റ്റേഷൻ ആയാലും ഇവിടെയുള്ള പബ്ലിക് ടോയ്ലറ്റുകൾ, മുനിസിപ്പാലിറ്റിയുടെ ടോയ്ലറ്റ് 1-2 ആളെ എപ്പോഴും നമ്മൾ കാണും. എങ്ങനെ വേണമെന്ന് നമ്മൾ പറയുന്നില്ല, എങ്ങനെ ചിലപ്പോൾ ആയിക്കൊള്ളണമെന്നില്ല. കാരണം ഇവിടെ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഇന്റർനാഷണൽ ലെവലിലുള്ള അതിന്റെ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കീപ്പ് ചെയ്തുകൊണ്ടാണ് ഇവര് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ നാട്ടിൽ നമ്മളിപ്പോ ഈ ചോദ്യങ്ങളൊക്കെ ഒരു പക്ഷേ ടൂറിസം വകുപ്പിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊരു സർക്കുലർ എടുത്ത് കാട്ടിത്തരും, ഒരു ലിസ്റ്റ് തന്നെ എടുത്ത് കാട്ടിത്തരും. ഇന്ന പദ്ധതികളൊക്കെ അവർ നടപ്പിലാക്കിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ബയോ ടോയ്ലറ്റ് പോലത്തെ ഒരുപാട് പദ്ധതികളൊക്കെ അവർ നടത്തി. പക്ഷെ ഇതൊക്കെ വെറും പേപ്പറിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളത്. അവര് പറയതാ സർക്കാർ എത്ര കൊടുത്ത് അതിന്റെ മെയിൻ്റെനൻസ് ആരാണ്? അവിടുത്തെ പ്രാദേശിക ഭരണകൂടത്തിനാണ്. പ്രാദേശിക ഭരണകൂടം പറയൂ ഇവിടെ ഫണ്ടില്ല, ഫണ്ട് ഗവൺമെന്റിന് കിട്ടണം. ഈ ഒരു അവസ്ഥ. ഇതിന് കറക്റ്റ് ആയിട്ട് എന്റെ അഭിപ്രായത്തില് ടൂറിസം മിനിസ്റ്റർ പിന്നെ റിയാസ് അദ്ദേഹത്തിനോടാകുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. എന്നാലും ഒന്നും കൂടി ഒരു യൂത്തന്മാര് ഇപ്പൊ റിയാസ് മിനിസ്റ്റർ ഇങ്ങോട്ട് നോക്കുമ്പോഴാണ് ഒരു യൂത്ത് ചെറിയ രൂപത്തിൽ തന്നെങ്കിലും യൂത്ത് ഒന്ന് കടന്നു വന്ന്. അപ്പൊ ആ യൂത്തിലുള്ള ആളുകൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ആളുകളുണ്ടല്ലോ, രാഷ്ട്രീയ പ്രവർത്തകരുണ്ടല്ലോ. അപ്പൊ ആ ആളുകളെ ഏൽപ്പിച്ചിട്ട് ഇന്റർനാഷണൽ യാത്ര ചെയ്യുന്ന ആളുകളെ ഓരോ ഏൽപ്പിച്ചിട്ട് മറ്റുള്ള രാജ്യങ്ങളെ കൃത്യമായിട്ട് മാതൃകയാക്കി പദ്ധതി നടപ്പിലാക്കാൻ പറ്റുന്നത് അടിസ്ഥാന സൗകര്യങ്ങളിലൊക്കെ നടപ്പിലാക്കി ഈ ടൂറിസം ഒന്നുകൂടി ഉഷാറാക്കണം എന്നാണ് എന്റെ അഭിപ്രായം.